വാ പോവാം. ചേച്ചി നമുക്ക് വേറൊരു ദിവസം പോയി, ഇന്ന് വേണ്ട. ഇന്ന് പോയെന്താ? സമയത്ത് കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. എനിക്കിന്ന് പോണ്ട. ദേ വർഷേ പറയുന്ന കേക്ക്. വന്നേ, വന്ന് വണ്ടി കയറിയേ. ശ്രീകാന്തേ, സച്ചേട്ടാ ഒന്നുങ്ങ് വന്നേ. സച്ചേട്ടൻ വരട്ടെ, ഇപ്പൊ കാണിച്ചു തരാട്ടോ. ആ ദേ ഇവള് വണ്ടി കയറുന്നില്ല, ചുമ്മാ വാശി പിടിച്ച് നിക്കാന്നേ. നീ മിണ്ടി പോരുത്, എല്ലാത്തിനും നീയാ കാരണം. ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചാ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഒക്കെ നടത്താറുള്ളതാ. കുടിക്കണോന്നേ. ആ വന്നേ, വാ ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് നടക്കെന്റെ വർഷേ. കേറിക്ക്, കേറ് കേറ്. ആ അയ്യോ അമ്മേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ. അയ്യോ അമ്മേ. ലേബർ റൂമിലോട്ടല്ല പോകുന്നേ, ഡോക്ടറെ കാണിക്കാനാ. ഓവറാക്കാതെ മിണ്ടാരി. സച്ചേട്ടാ മെല്ലെ പോയാ മതി കേട്ടോ. അതൊക്കെ എനിക്കറിയാം. മൈമേ, മൈമേ. എന്താ മധുവേട്ടാ? ആ ഇങ്ങ് വന്നേ. അല്ല, നിങ്ങളിത് എവിടെ പോവാ? ഞാനൊരിടം വരെ പോവാ, അത് സർപ്രൈസാ. ആ, നിങ്ങള് വർഷയെ കാണാനേ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരാത്തത് നന്നായി. അവള് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, അവിടെ പോയി കണ്ടോ. അല്ലെങ്കിൽ വിളിച്ച് വേറെ എവിടെയെങ്കിലും വരാൻ പറയ്. ആ വീട്ടിലേക്ക് ഇനി ഞാനും പോകുന്നില്ല. എന്തു പറ്റി? ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർക്കത് പിടിച്ചില്ല. അവരെല്ലാരും കൂടെ എന്റെ നേരെ ചാടി കടിക്കാൻ വന്നു. നീ എന്താ അവിടെ ചെന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ചെല്ലുമ്പോ മോള് നല്ല സന്തോഷത്തിലായിരുന്നില്ല. എന്തു പറ്റി? ശ്രീകാന്ത് നിന്നെ വല്ലതും പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചു. സച്ചി നല്ല മറുപടി തന്നാണു അല്ലേ? നീ വേറെന്താ പറഞ്ഞത്? ഈ വീട്ടിലെന്നും അടിയും പിടിയല്ലേ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം വേണ്ടേ, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു, അവിടെ താമസിക്കാന്ന് പറഞ്ഞു. പിന്നെ നീ എന്താ പറഞ്ഞത്? ഈ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണണം, കൂടെ തന്നെ ഒരാളും വേണം, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡേ, ഞാൻ എന്റെ മകളുടെ നല്ലതിന് വേണ്ടിയാ സംസാരിച്ചേ. അങ്ങനെയാണെങ്കിലേ നീ മകളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാല് അവര് പ്രതികരിക്കില്ലേ? നീ ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യായിരുന്നു. നീ പറഞ്ഞത് ശരിയായില്ല മഹിമേ. അവര് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അവരങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരെ തെറ്റു പറയാനും പറ്റില്ല. എന്താ നോക്കുന്നേ? അല്ല, നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നേ? ആ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവിടെ ഉള്ളവര് ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിപ്പിക്കാനും വേണ്ടി എന്നെ തള്ളിവിടുന്ന ആളല്ലായിരുന്നോ നിങ്ങള്? ഇപ്പോ നിങ്ങൾ എന്താ അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത്? ദേ മഹിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ നീ അവിടെ ചെന്ന് ഇതുപോലെ സംസാരിക്കരുത്. മകളെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യരുത്, കൊച്ചാക്കരുത്. പഴയതുപോലെ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലേ ഞാൻ അറിഞ്ഞ എന്റെ വിധം മാറും. ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല.